നമ്മൾ സീതാർകുണ്ടിൽ പോയപ്പോൾ കണ്ട കാഴ്ച കേട്ടോ. സീതാർകുണ്ടിൽ പോകാനുള്ള കാരണം നമ്മൾ കൊല്ലങ്കോട് പോയതാണ്. കൊല്ലങ്കോടിൽ നമ്മുടെ വീട് പോലെയുള്ള ഒരുപാട് വീടുകളുണ്ട്. നിങ്ങൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പഴമ ആഗ്രഹിക്കുന്നതും അല്ലെങ്കിൽ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നവരുമായിട്ടുള്ള ഒരുപാട് പേർക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. പരമാവധി അത് മഴ ഉള്ള സീസണിൽ തന്നെ പോകാൻ നോക്കുക. മഴ പോകുന്നതോടുകൂടി അവിടുത്തെ ആ ഭംഗി മൊത്തം പോവും. ഇത് രാധാകൃഷ്ണേട്ടൻ്റെയും അനിത ചേച്ചിയുടെയും അടിപൊളി ഒരു വീടാണ്. ഒരു കുഞ്ഞു വീട്, നല്ല ഭംഗിയുള്ളൊരു വീട്. ഇവർക്ക് തന്നെ ഇവിടെ ഒരുപാട് സാധനങ്ങൾ അവർ വീടിൻ്റെ മുൻപിൽ വെച്ചിട്ടുണ്ട്. വിൽക്കാനുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. കരിപ്പട്ടി, പിന്നെ അതേപോലെ നമ്മുടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ചായപ്പൊടി, കാപ്പിപ്പൊടി, അങ്ങനെ നെല്ലിയാമ്പതി ചായപ്പൊടി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ ഐറ്റംസ് അവരുടെ വീട്ടിൽ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമാകുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്. പിന്നെ ഈ വീടിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഒരു വൈബ് ഏരിയയിലാണ് വീടുള്ളത്. കാരണം ഇതിൻ്റെ ബാക്ക് വശത്താണ് നമ്മുടെ സീതാർകുണ്ടിൻ്റെ മല. അത് നമ്മളിവിടുന്ന് നോക്കിയാൽ നമുക്ക് ആ എന്താ പറയുക, അത്രയും ഭംഗിയിലാണ് അത് നിൽക്കുന്നത്. നമ്മളെ ഓടിട്ട വീടിൻ്റെ ആ ഒരു വൈബ് നമുക്ക് ഭയങ്കരമായിട്ട് താല്പര്യം. അങ്ങനെയാണ് നമ്മൾ പോണ വഴിക്ക് തന്നെ പെട്ടെന്ന് നമ്മളെ കണ്ണിൽ പിടിച്ച് ഇതുണ്ടല്ലേ, ആകാശത്തിൻ്റെയൊക്കെ ആ ഒരു ഭംഗിയുണ്ടല്ലേ, എന്താ ഒരു രസം. ഏകദേശം ഒരു 11 മണി 10:30 ആ സമയത്താണ് ഇപ്പോൾ നമ്മൾ ഇത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു പ്രദേശം കേട്ടോ. കാരണം നമ്മൾ ചെല്ലുമ്പോൾ തന്നെ കൊല്ലങ്കോട് എത്തുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ഈ മലയെ കാണാൻ തുടങ്ങും. അതിനുശേഷം നമ്മൾ ഏത് കൂടെ പോയാലും നമ്മൾ ഈ ചന്ദ്രനൊക്കെ നമ്മുടെ പിന്നാലെ വരുന്ന പോലെയാണ്. നമ്മൾ ഏത് ഭാഗത്ത് കൂടെ പോയാലും അതിൽ കൂടെയൊക്കെ ഈ മല നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഏകദേശം താഴത്താണ് സീതാർകുണ്ടുള്ളത്. സീത, അതായത് രാമൻ്റെ വനവാസകാലത്ത് ഉള്ള ഒരു കഥ എന്തൊക്കെ ഉണ്ടായില്ല, അതിനെപ്പറ്റി നമുക്ക് ഭയങ്കര ധാരണയൊന്നുമില്ല. അപ്പോൾ ഇതാണ് വീടിൻ്റെ കാഴ്ചകൾ. വീടിൻ്റെ ഉള്ളിൽ ഇതൊരു ബെഡ്റൂം, ഒറ്റ ബെഡ്റൂമുള്ള ഒരു വീടാണ്. ഇത് പനങ്കൽക്കണ്ടം, ഇത് പനഞ്ചക്കര, പിന്നെ അതേപോലെ കരിപ്പട്ടി, അങ്ങനെ എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. ചുക്ക് കാപ്പി, ഒരുവിധം നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അവിടെ. ചുക്കുവെള്ളം മരുന്ന്, അങ്ങനെ കുറേ വെറൈറ്റി. ഇത് ശർക്കര പൊടിയാണ്. ഇത് തേയിലയാണ് കേട്ടോ. AVTൻ്റെ തന്നെ ഒരു ഇതാണിത്. എല്ലാം വലിയ റേഞ്ചൊന്നുമില്ല. അതായത് റേറ്റൊക്കെ കുറച്ചാണ് കൊടുക്കുന്നത്. ചായപ്പൊടിയും കാപ്പിപ്പൊടിയൊക്കെ ഉണ്ട്. നെല്ലിയാമ്പതി ചായപ്പൊടിയൊക്കെ ഉണ്ട്. പിന്നെ തേനുകളുണ്ട്, പലവിധം തേനുകളുണ്ട്. ആവശ്യമുള്ളവർക്ക് വെള്ളമുണ്ട്. അതേപോലെ ഒരു മുറുക്കാണിത്. ഇതൊക്കെ നല്ല അടിപൊളി, അവിടുത്തെ ഒരു അടിപൊളി മുറുക്കാണ്. ഇതൊക്കെയാണ് ഇവരുടെ ഒരു ജീവിതമാർഗം എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് നിങ്ങളും സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ ഒരുപാട് പേര് അവിടെ കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. ഇതൊക്കെ തേനാണ്. തേനിൻ്റെയൊക്കെ എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട്. അവർ മക്കളൊക്കെ കല്യാണം കഴിപ്പിച്ച് വിട്ടു. അവർ മാത്രമേ ഉള്ളൂ ഇപ്പോൾ വീട്ടിൽ. അപ്പോൾ നിങ്ങൾക്കൊക്കെ അതിൽ വഴി പോണ ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കാണുക. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്യുക. അപ്പോൾ അവർക്കൊരു ഉപകാരമായിരിക്കും. നമ്മൾ അതാ ഈ കാണുന്ന കാന്താരിയാണ്. ഇത് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എങ്ങനെ കുടിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അതിലുണ്ട്. ഇത് നമ്മളൊരു കുപ്പി വാങ്ങിയിരുന്നു. പിന്നെ നെല്ലിക്ക കാന്താരി തേനിൻ്റെ ഓരോ കുപ്പിയാണ്. ഇതൊക്കെ അവിടുത്തെ ആദിവാസികൾ എടുക്കുന്ന തേനുകളൊക്കെയാണ്. നമ്മൾ നേരെ വീടിൻ്റെ അകത്തേക്ക് പോയാൽ അകത്ത് ഒരു ഹാളാണ്. ഇവരുടെ ഈ ബിസിനസ്സിൻ്റെ സാധനങ്ങൾ ഒരുപാട് വീടിൻ്റെ ഉള്ളിൽ കൂടെ ഒരുപാട് അവർ വെച്ചിട്ടുണ്ട്.
സാധനങ്ങളൊക്കെ അതിൻ്റെ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ അവിടെ തന്നെയാണ്. അവർക്ക് നേരം പോക്കിന് നല്ല സുഖമാട്ടോ. കാരണം പുറത്ത് എപ്പോഴും ആളുകൾ വന്നുകൊണ്ടേയിരിക്കും. കാരണം ഇപ്പോൾ ആ ഹൃദയം സിനിമയൊക്കെ വൈറലായത് പോലും. ഇതാണ് ബെഡ്റൂം കേട്ടോ. ഒരു ബെഡ്റൂം മാത്രമാണ് ഈ വീട്ടിലുള്ളത്. ഓടിൻ്റെ ആ ഒരു മനോഹാരിത ഇവിടെ ഫീൽ ചെയ്യുന്നത്. ചൂട് തീരെയില്ല. അതായത് ഭയങ്കര ചൂടുള്ള ഏരിയയാണ് പാലക്കാട്. പക്ഷേ ഈ ഓടിട്ടത് കൊണ്ട് അതിന് വലിയ ചൂടുകളില്ല. താഴത്ത് കാവി തന്നെയാണ് ഇട്ടിട്ടുള്ളത്. കാവി ഇട്ടിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഓരോ ലൈനാണ് കൊടുത്തിട്ടുള്ളത്. ഇത് കറുത്ത കാവ്യാണ്. അടുക്കളയാണ് ഈ കാണുന്നത്. അടുക്കളയിൽ കറുത്ത കാവ്യാണ് കൊടുത്തിട്ടുള്ളത്. ഫാബ്രിക്കേഷൻ്റെ ഷെൽഫും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അവർ സാധാരണ ഹൈറ്റ് ആയതുകൊണ്ട് അവർക്ക് പറ്റിയ രീതിയിലുള്ള ഒരു അടുക്കളയാണ് സെറ്റ് ചെയ്ത്. എല്ലാ റൂമിൽ നിന്നും അല്ലെങ്കിൽ എല്ലാ ഹാളിൽ നിന്നും ഒക്കെ നമുക്ക് മുകളിലേക്കുള്ള കാഴ്ച നല്ല മനോഹരമായിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ഇതൊരു സ്റ്റോർ റൂമാണ്. അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പുറത്ത് അവരുടെ കുറേ സാധനങ്ങളൊക്കെ വെച്ചിരുന്ന ഒരു ചെറിയൊരു ഏരിയ ആണ്. അതിൻ്റെ ബാക്ക് വശത്ത് നമ്മൾ നേരത്തെ കാണിച്ചു തന്ന ആ മലമ്പ്രദേശമാണ്. അത്രയും ഭംഗിയുള്ള ആ ഒരു ഏരിയ ആണത്. ഒരു കുളമുണ്ട് കേട്ടോ. വീടിൻ്റെ ബാക്കിൽ തന്നെ ഒരു അടിപൊളി കുളമുണ്ട്. ആ കുളമൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ഏരിയയാണ്. നിങ്ങൾക്ക് ഇങ്ങനത്തെ വൈബിനോടൊക്കെ ഉള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കുക. നേരെ നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ട് ഇതിൽ ഈ വീട് കാണിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് വലിയ വീടൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല എന്നുള്ള തെളിവാണ്. നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ മതി. ഞാൻ പറയുന്നത് പലർക്കും നെഗറ്റീവായി തോന്നാം. അപ്പോൾ നിൻ്റെ വീടെന്താണ് അങ്ങനെയെന്നുള്ള ആ ഒരു സംസാരമൊക്കെ ഒരുപാട് പേര് ചോദിക്കാം. നമ്മുടെ വീട് അനാവശ്യമായിട്ടുണ്ട് എന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ആവശ്യത്തിനുള്ള സൗകര്യങ്ങളാണുള്ളത്. ഇതൊക്കെയാണ് ഈ വീടിൻ്റെ കാഴ്ചകൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീടിനെ ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത ഒരു വീഡിയോ ഇവിടെ തന്നെ നമ്മുടെ വീട്ടിലുള്ള പോലെ തന്നെ ഒരു ലിയോയും, അതായത് ഒരു 2 പട്ടിക്കുട്ടികളുണ്ട്. പട്ടിക്കുട്ടിയല്ല, കുറച്ച് പ്രായമുള്ള പട്ടികളുണ്ട്. എന്തായാലും ആ ഒരു ഏരിയ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവർക്കും ആ ഒരു വീട്ടിലെ ഗൃഹനാഥനും അവരെയും നമുക്ക് ഒരുപാട് ഇഷ്ടമായി. അവരുടെ നമ്മളോടുള്ള പെരുമാറ്റങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. നല്ല അടിപൊളി പെരുമാറ്റമായിരുന്നു. വീടിൻ്റെ ഫ്രണ്ട് കൂടെ തന്നെ ബസ്സൊക്കെ പോട്ടോ. അങ്ങനത്തെ ഒരു ഏരിയയാണ് ഇത്. കൊല്ലങ്കോട്, അതായത് മെയിൻ ടൗണിലേക്ക് ഏകദേശം ഒരു 7 കിലോമീറ്റർ അല്ലെങ്കിൽ 6 കിലോമീറ്റർ അത്ര ദൂരെ ഏകദേശം ഉള്ളൂ. കൊല്ലങ്കോട് ടൗണിലേക്ക് അത്ര ദൂരം ഈ